മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അതിന് പകരം കുറച്ച് ചിക്കൻ പാർട്സ് കിട്ടി. എന്നാൽ പിന്നെ അത് വെച്ച് കളയാമെന്ന് വിചാരിച്ചേ. അത് ക്ലീൻ ചെയ്യുന്ന തിരക്കിലാട്ടോ അമ്മ. അമ്മേൻ്റെ മുഖത്തെ ഈ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം അമ്മ ഇതൊന്നും കൂട്ടൂല കേട്ടോ. അമ്മ അത് അവിടെ ക്ലീൻ ചെയ്യട്ടെ. അപ്പോഴേക്കും അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കുക കേട്ടോ. ഞാൻ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി ഇതൊക്കെ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റി കൊടുത്തിട്ടോ. അത് ഏകദേശം വഴന്ന് ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിട്ട് പിന്നെ കുറച്ച് അത് വാടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് തക്കാളി ഇട്ട് നന്നായി വഴറ്റിയെടുത്തേ. ഇനി അടുത്തത് വേണ്ടത് പൊടികളാണ്. കൂട്ടത്തിൽ ഞാൻ ആദ്യം ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നുപോയതാണ്. ക്ലീൻ ചെയ്ത് വെച്ച പാർട്സിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ മതിയാവും. പിന്നെ മസാലയിലേക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ ഇട്ടില്ല കേട്ടോ, ചിക്കൻ മസാല, മല്ലിപ്പൊടി, പിന്നെ ഉപ്പും ഇത്രയും ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വാട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കറിൻ്റെ വിസിൽ വന്ന് ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാല റെഡിയായപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നിനും ഒരു അളവ് വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നി ഏകദേശം ഒരു അളവിലിട്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുക്കർ ഞാൻ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് വേവ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പാർട്സ്. അപ്പോൾ റെഡിയാക്കി വെച്ച മസാലയും പിന്നെ കുറച്ച് മാറ്റി വെച്ച കോഴിമുട്ടകളും ഉണ്ടായിരുന്നേ. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ നിന്ന് ഞാൻ മാറ്റി വെച്ച് ചീനച്ചട്ടിയിലേക്ക് വെച്ചിട്ടോ. പിന്നെ അതിലേക്ക് ഏറ്റവും വേണ്ടൊരു കാര്യമാണ് നമ്മുടെ കുരുമുളക് പൊടി. അതില്ലെങ്കിൽ പാർട്സിനൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ പിന്നെ വെള്ളം വറ്റുന്നവരെ ഒന്ന് കാത്തിരിക്കണമല്ലോ. അപ്പോൾ ഏകദേശം ഇതാ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നല്ലോണം വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ പാർട്സ് ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.